Hello guys, welcome back to another episode of Anand's Vlog. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി നമുക്കറിയാം, കുറച്ച് തിരക്കുകൾ കാരണം പറ്റിയില്ല, വീഡിയോസ് ഒന്നും ഇറങ്ങിയില്ല. ഇപ്പോൾ ഓണമായി, അപ്പോൾ പിന്നെ നമ്മൾ വരാതിരിക്കുന്നത് എങ്ങനെയാ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ലാസ്റ്റ് ഇയർ നമുക്കുണ്ടായ ചെറിയ രീതിയിലുള്ള, പക്ഷേ ഇത്തവണ ഒരുപാട് ആൾക്കാരില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പം കുറച്ച് പേരായിട്ട് ചെറിയൊരു ഗെറ്റ് ടുഗദർ ഓണം പാർട്ടീസ്. അപ്പോൾ കാരണം ഞങ്ങൾക്ക് ഇത്തവണ വർക്കിംഗ് ഡേയ്സിലാണ് ഓണം. അപ്പം അതിൻ്റെ ചില റെസ്ട്രിക്ഷൻസ് മീൻസ് നമുക്ക് എന്താ പറയുക, വർക്കിങ്ങിനൊക്കെ പോകണം, എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്ന് ഓണം ആഘോഷിക്കുക, തിരുവോണത്തിൻ്റെ അന്ന് ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാക്കി സദ്യ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരും. ബൈ ബൈ. ഇതൊക്കെ വരും കേട്ടോ, പിന്നെ എന്നൊന്നും പറയില്ലേ, ഇതൊക്കെ വരും. കുഞ്ഞമ്മയുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ കാണുമല്ലോ, മാല എവിടെ നിന്നായിരിക്കും ചോദിക്കുന്നത്. അമ്മയ്ക്ക് തിരിച്ചു വരവിനി ഒന്ന് അങ്ങനെയൊക്കെ ചോദിച്ചാ चावल किलो डालेगा, थोड़ा बताएगा तो सही है. ഗൈസ്, നീ എൻ്റെ ഇലയിൽ ചോറൊക്കെ ഫുള്ളായി. ശകലം മതിയാ, ഇത് മതി, അത് മതി, ഞാൻ പിന്നെ എടുത്തോളാം, കഴിച്ചിട്ടെടുത്തോളാം. ചോറ് കഴിക്കത്തില്ല, വെറുതെ വാഴാണ്. അല്ല, എല്ലാം വന്നിട്ട് ഫോട്ടോ എടുത്തില്ലാന്ന് പറഞ്ഞായിരുന്നു. ഒരാളെ കൊണ്ട് പടം എടുത്തില്ല, ടൈം ആകുമ്പോൾ കേട്ടില്ല. ഫോട്ടോ എടുക്കണം,
ഹാപ്പി ഓണം എല്ലാവർക്കും. അതെ. ഹാപ്പി ഓണം. थोड़ा फिनिश करके बात സാമ്പാർ ഇപ്പമാണോ? കഴിയോ മാറി കഴിയോ നമ്മൾ പരിഷ്കാരിയായി കണ്ണാടി വെച്ച് അൽ പരിഷ്കാരി. ഇപ്പോൾ നടക്കുന്നത് ഓണപ്പരിപാടി ഫോട്ടോഷൂട്ട്. ഡയറക്ടർ കൃഷ്ണ, ഫോട്ടോഗ്രാഫർ കൃഷ്ണ. ആ കഴിഞ്ഞില്ലേ? എങ്ങോട്ടെങ്കിലും കട്ട ഫോട്ടോഷൂട്ട്. വേണ്ട വേണ്ട കൊടുത്ത് രണ്ടും കൊടുക്കും. ഇത് നന്നായിട്ട് വെച്ചു. സദ്യക്ക് ഉള്ളതിന്റെ ക്ഷീണം. ആക്ച്വലി അവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വെയിലും പിന്നെ എന്താ ആഹാരം കഴിച്ച് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ഒന്നും പറയണ്ട. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോഷൂട്ട് ജസ്റ്റ് ഓണത്തിൻ്റെ ലാസ്റ്റ് വൈൻഡ് അപ്പിൻ്റെ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഫോട്ടോഷൂട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയവും സാവകാശവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എത്തി. അതെ, ഇതേപോലെ അല്ല കേട്ടോ. ഇപ്പം വണ്ടിക്കകത്ത് വന്നോട്ടോ ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് ഫുഡ് കഴിക്കുക, സ്ഥലം കഴിക്കുക. കാരണം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഓഫ് ഗെറ്റ് ടുഗദറിന് അവിടെ വന്നു. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഉത്രാടമല്ലേ, എല്ലാരും ഓണസദ്യ ഇവിടെ കിട്ടും, ടീമായിട്ട് അവിടെയൊക്കെ പോകാൻ നോക്കി നടക്കുക. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ എല്ലാരും അടിച്ചു പൊളിക്കൂ, നല്ല സമ്പൽ സമൃദ്ധി ഐശ്വര്യം നിറഞ്ഞ ഓണം ആവട്ടെ എല്ലാവർക്കും. ബാക്കി എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. ഹാപ്പി ഓണം. ടാറ്റാ.
Thank you.